ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എല്ലാ വർഷവും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എല്ലാ വർഷവും പക്ഷേ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ പുറത്ത് പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ രാവിലെ മഴയും അത് കഴിഞ്ഞ് പിന്നെ സ്നോയൊക്കെ ആയിരുന്നതുകൊണ്ട് കുറച്ച് മടിച്ചു. ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. എന്തെങ്കിലും 2 ചെറിയ ഗിഫ്റ്റും ഒരു കാർഡൊക്കെ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെ വരുന്നത്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞപ്പോൾ അവരും ഞങ്ങളോട് കൂടി പുറത്ത് പോകാനായിട്ട്. പിന്നെ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ദൂരോട്ടൊന്നും പോകാണ്ട് ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ബൂട്ട്സ് ഫാർമസിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഫാർമസിയിലാണോ പോകണേന്ന്. അങ്ങനെയല്ല, ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫ്യൂം ഗിഫ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഈ ഫാർമസിയിൽ അത്യാവശ്യം പെർഫ്യൂംസിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. അപ്പം എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. ലെറ്റർ കെൻഡിയിൽ 3 ബൂട്ട്സാണുള്ളത്. അതിൽ കുറച്ച് കൂടുതൽ കളക്ഷൻ ഉള്ളത് ഈ ഒരു ഷോപ്പിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ചെയ്യാറുണ്ടായിരുന്നു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് അതിൽ വ്യത്യാസം വരുത്താമെന്ന് വിചാരിച്ചു. നമ്മളുടെ ഇഷ്ടങ്ങളനുസരിച്ച് ഇപ്രാവശ്യം നമുക്ക് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും പെർഫ്യൂംസ് ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പെർഫ്യൂംസൊക്കെ മേടിക്കാനാണെങ്കിൽ ഞങ്ങൾ മിക്കപ്പോഴും ഈ ഒരു ഷോപ്പിലാണ് വരാറ്. ഇവിടെയാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കളക്ഷൻസും ഉണ്ടാവും, അതുപോലെ തന്നെ ഓഫേഴ്സൊക്കെ ഉണ്ടാവും. പിന്നെ ഓരോ സീസൺ അനുസരിച്ച് അതിൻ്റെ രീതിയിലുള്ള ഓഫേഴ്സും ഉണ്ടാവും. അപ്പം ഈ ഒരു കടയാണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഞാൻ അച്ചാച്ചന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് 1 മില്യൺ ആണ്. അത് അച്ചാച്ചന് ഇഷ്ടമാണ് പെർഫ്യൂം. അപ്പം അതാണ് ഇപ്രാവശ്യം ഞാൻ അച്ചാച്ചന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെ അതിൽ ശരി വെച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അത് തന്നെ എടുത്തു. ഇപ്രാവശ്യം പക്ഷേ ഞങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച ബ്രാൻഡിന് ഓഫേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നാളത്തെ ആഗ്രഹം ആയതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല, അത് തന്നെ എടുത്തു. പിന്നെ വെറുതെ 2-3 പെർഫ്യൂമൊക്കെ ഇരുന്ന് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അച്ചാച്ചൻ എനിക്ക് വേണ്ടിയിട്ടുള്ള പെർഫ്യൂം സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി. ഇവിടെ വെളിയിൽ വെച്ചിട്ടുള്ള കുറേ പെർഫ്യൂംസ് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ല അല്ലാതെ ഇതിൻ്റെ അകത്തിരിക്കുന്ന പെർഫ്യൂംസാണ് നമുക്ക് നോക്കേണ്ടതെങ്കിൽ നമുക്ക് അസിസ്റ്റൻസ് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ബൂട്ട്സിൻ്റെ അഡ്വാൻറ്റേജ് കാർഡ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ബൂട്ട്സിൻ്റെ ആപ്പ് വഴിയോ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണ ഓരോ യൂറോയ്ക്കും 3 പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും മേടിക്കാൻ പോകുമ്പോൾ ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ക്യാഷ് യൂസ് ചെയ്യാണ്ട് ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ബൂട്ട്സിൻ്റെ ആപ്പിൽ എപ്പോഴും അവർ അവരുടെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ അപ്കമിങ് ഓഫേഴ്സൊക്കെ കൊടുക്കും. അപ്പം നമുക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇഷ്ടമുള്ള പെർഫ്യൂമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് അവർക്കും ഇഷ്ടമുള്ള പെർഫ്യൂം ഏതാണെന്നും അതിൻ്റെ ഓർഡർ എന്താണെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളിവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ പലതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് വാങ്ങിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത പെർഫ്യൂമിൻ്റെയൊക്കെ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഞാൻ അച്ചാച്ചന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള 1 മില്യനും അച്ചാച്ചന് എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഗുഡ് ഗേൾ പെർഫ്യൂമും അതുപോലെ തന്നെ കാർഡ്സും ഒക്കെ ഞങ്ങൾ എക്സ്ചേഞ്ചൊക്കെ ചെയ്തു. ഫ്രണ്ട്സും ഗിഫ്റ്റൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ദൈവം സഹായിച്ച് ഇപ്പം ഞങ്ങൾ 8th വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് ദൈവത്തോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ലോർഡ് ഫോർ ഓൾ യുവർ ബ്ലെസ്സിങ്സ്. കേക്ക് കട്ടിങ്ങിന് ശേഷം ചെറിയൊരു ഡിന്നർ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാംബ് ലെഗ് ഗ്രില്ലാണ് ചെയ്തത്. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ സെലിബ്രേഷൻ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് എല്ലാവരുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.